അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തുടർച്ചയായിട്ട് പഠിപ്പാനായി കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ചകളിൽ 8-ാമത്തെ അധ്യായത്തിൽ നിന്നും പ്രാരംഭമായിട്ട് നമുക്ക് ചിന്തിപ്പാനും ദൈവം സഹായിച്ചു. ഫിലിപ്പോസ് എന്ന സുവിശേഷങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന വളരെ ക്രിസ്തു സഭയോടുള്ള ബന്ധത്തിൽ വളരെ സവിശേഷകരമാകുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ് 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ശമരിയിൽ കർത്താവിന്റെ വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം ഫിലിപ്പോസ് ധൈര്യം കാണിക്കുകയും ദൈവം തന്റെ ആ നല്ല പ്രവർത്തനത്തെ അനുഗ്രഹിക്കുകയും അനേക ശമരിക്കാർ വിശ്വസിച്ച് കർത്താവിനോട് ചേരുവാൻ കാരണമായി തീരുകയും ചെയ്തു. അത് നമുക്ക് ചിന്തിപ്പാൻ സാധിച്ചു. 8-ാമത്തെ അധ്യായത്തിൽ തുടർന്നുള്ളതാകുന്ന വിഷയം നമുക്കൊരു പക്ഷേ വളരെ പരിചിതമാകൊണ്ട് വളരെ പെട്ടെന്ന് പറഞ്ഞ് മുൻപോട്ട് പോയി അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ല കാര്യങ്ങൾ തുടർന്ന് ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 8-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 8-ാമത്തെ അധ്യായം, അതിൻ്റെ 27 മുതലുള്ള വേദഭാഗത്ത് 26 മുതലുള്ളതാകുന്ന വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ വാസ്തവമായിട്ടും ഫിലിപ്പോസിനെ ദൈവം മറ്റൊരു അതീവ പ്രാധാന്യമുള്ളതാകുന്ന വ്യക്തിയെ കർത്താവിലേക്ക് നേടുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഒരു മാസ് ഇവാഞ്ചലിസത്തിന് ശേഷം ദൈവം തനിക്ക് പ്രത്യേകമാകുന്ന നിയോഗം നൽകുന്നതനുസരിച്ച് ഗസയ്ക്കുള്ളതാകുന്ന നിർജ്ജന പ്രദേശത്തേക്ക് താൻ പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവവൃത്യന്റെ ആ ചിന്തകളെ കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. പൊതുവെ ഇന്നത്തെ ചിന്തയനുസരിച്ച് ആദ്യം 50 പേരുള്ള ഒരു സഭയിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ 100 ആകുന്ന സഭയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ സഭയൊക്കെയാണ് ലക്ഷ്യം. എന്നാൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ, ഹി വാസ് എ നോൺ ടിപ്പിക്കൽ ഇവാഞ്ചലിസ്റ്റ്. തൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല, തനിക്ക് കർത്താവ് തന്നെ നയിക്കുന്നതാണ് വിഷയം. അതാണ് നമ്മളിവിടെ കാണുന്നത്. ശമരിയയില് വലിയ ഉണർവിന് ദൈവം തന്നെ ഉപയോഗിച്ചെങ്കിലും അവിടെ നിൽക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ നടത്തിപ്പ് തനിക്കുണ്ടായപ്പോൾ നിർജ്ജന പ്രദേശത്തേക്ക് പോകുവാനായിട്ട് താൻ താല്പര്യപ്പെടുകയാണ്. അത് മുഖാന്തരം ദൈവം തന്നിൽ കൂടെ ഒരു വലിയ കാര്യം ചെയ്യുന്നത് നമ്മളിവിടെ കാണുകയാണ്. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ചും ഒക്കെ ഉള്ളതാകുന്ന വിഷയങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എത്യോപ്യ എന്നുള്ളതാകുന്ന ആ പ്രയോഗം കൊണ്ട് ഇന്നത്തെ എത്യോപ്യ രാജ്യത്തെ കുറിച്ചല്ല വാസ്തവത്തിൽ. ആ രാജ്യവും ഉൾപ്പെട്ടിരിക്കുന്ന ഈജിപ്തിന്റെ തെക്ക് മുതൽ താഴോട്ടുള്ളതാകുന്ന അസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് കാർട്ടൂം, ഇന്നത്തെ സുഡാന്റെ ക്യാപിറ്റൽ ആയിരിക്കുന്ന ആ സ്ഥലം വരെയുള്ളതാകുന്ന അപ്പർ നൈൽ റീജിയൻ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന ആ ഭൂപ്രദേശത്തെ മുഴുവൻ എത്യോപ്യ എന്നാണ് ആ കാലങ്ങളിൽ പറഞ്ഞിരുന്നത്. ആ സ്ഥലത്തു നിന്നുള്ളതാകുന്ന ഒരു വ്യക്തിയെ കർത്താവിലേക്ക് നയിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ മനുഷ്യനെ കുറിച്ച് പല കാര്യങ്ങൾ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. താന് അതിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽ വിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ഈ മനുഷ്യനെ കുറിച്ച് ഉള്ളതാകുന്ന വിശദീകരണം ലൂക്കോസ് ഇവിടെ നൽകുമ്പോൾ പല കാര്യങ്ങൾ അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ എന്നുള്ളതാകുന്ന വിശേഷണം, കന്നക്ക എന്നുള്ളതാകുന്ന ആ പദപ്രയോഗം വാസ്തവത്തിൽ എല്ലാ വേദ പഠിതാക്കളും മനസ്സിലാക്കുന്നത് ആ എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഡൈനാസ്റ്റിക് ടൈറ്റിലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ ചക്രവർത്തിമാർക്കും, മിക്കവാറും എല്ലാ ചക്രവർത്തിമാർക്കും സീസർ, കൈസർ എന്നുള്ളതാകുന്ന പേര് വിളിക്കുന്നത് പോലെയുള്ള
ഒരു സ്ഥാനപ്പേരായിട്ടാണ് അത് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത്. അങ്ങനെയുള്ളതാകുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ കുറിച്ച് പല ചിന്തകളുണ്ട്. നിശ്ചയമായിട്ടും ഇദ്ദേഹം ഒരു ജാതീയനായ മനുഷ്യൻ ആയിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. ആഫ്രിക്കക്കാരനാകുന്ന ഒരു മനുഷ്യൻ. കാരണം ജാതീയനാകുന്ന ഒരു മനുഷ്യന്റെ മാനസാന്തരം ലൂക്കോസ് കാണുന്നത് കൊർന്നല്യോസിന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിലാണ്. മാത്രമല്ല, ഈ മനുഷ്യൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നു എന്നുള്ളത് തന്നെ അദ്ദേഹം ജാതീയനായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ അദ്ദേഹം ഒരു യഹൂദ മതാനുസാരിയായിരിക്കാം, ഒരുപക്ഷെ ജാതികളിൽ നിന്നും യഹൂദ മതം സ്വീകരിച്ച ഒരു മനുഷ്യനാകാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു യഹൂദൻ തന്നെയാകാം. ഈ രണ്ട് പോസിബിലിറ്റിയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളത്. അല്ലാതെ അദ്ദേഹം ഒരു ജാതീയനാകുന്ന മനുഷ്യനല്ല, എന്നാൽ ആഫ്രിക്കയിൽ നിന്ന് ഉള്ളതാകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഫിലിപ്പോസിനോടുള്ള ബന്ധത്തിൽ ആദ്യത്തെ ആഫ്രിക്കക്കാരനെ കർത്താവിലേക്ക് നയിപ്പാനായിട്ട് ദൈവം തന്നെ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത്. നമ്മള് വേദപുസ്തകം പഠിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ദൈവാലയത്തിലേക്ക് വരുവാനുള്ളതാകുന്ന യോഗ്യത ഇല്ലായിരുന്നു എന്നുള്ളത് ആവർത്തന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രവാചകന്മാരുടെ കാലം വന്നപ്പോൾ, വിശേഷിച്ച് യെശയ്യാവിന്റെ കാലം വന്നപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുന്നത് അത് ആവർത്തന പുസ്തകത്തിലെ ആ വാക്യം, ഷണ്ണനോ ചിഹ്നലിംഗനോ യഹോവയുടെ ആലയത്തിലേക്ക് വരരുത് എന്നുള്ളതാകുന്ന പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ, യെശയ്യാവിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം വരികയാണ്. യെശയ്യാവിന്റെ പ്രവചനത്തില് 56-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളില് ആ ആവർത്തന പുസ്തകത്തിലുള്ളതാകുന്ന ആ പ്രൊഹിബിഷനെ, അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു വാഗ്ദത്തം, അതിനെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളതാകുന്ന ഒരു ദൈവിക വാഗ്ദത്തം യെശയ്യാവിന്റെ പ്രവചനത്തിലുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ അത് നന്നായിരിക്കും. യെശയ്യാവിന്റെ പ്രവചനം 56-ാം അധ്യായം. ഞാൻ ജസ്റ്റ് വായിച്ചങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ നിൽക്കുവാൻ താല്പര്യമില്ല. പെട്ടെന്ന് യെശയ്യാവിന്റെ പ്രവചനം 56 3-4 വാക്യങ്ങൾ. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. എന്റെ ശബത്തെ ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു. ഞാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും. നോക്കുക, ഒരു പക്ഷേ ഈ ഒരു ദൈവിക വാഗ്ദത്തമാകാം ഈ മനുഷ്യനെ യെരുശലേം ദൈവാലയത്തിലേക്ക് ദൈവത്തെ നമസ്കരിപ്പാനായി കൊണ്ടുവന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഒരുപക്ഷെ ഇദ്ദേഹം യഹൂദനാകാം, അല്ലെങ്കിൽ യഹൂദ മതം സ്വീകരിച്ചു വന്ന ഒരു കറുത്ത ആഫ്രിക്കക്കാരനാകുന്ന മനുഷ്യനാകാം. ആരും ആകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എങ്കിലും ഇവിടെ ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകമാകുന്ന സവിശേഷത, വളരെ ഒരു വലിയ സെലിബ്രേഷൻ ഒന്നും അതിനോടുള്ള ബന്ധത്തിൽ കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സംഭവം രേഖപ്പെടുത്തുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ദൈവത്തിന്റെ വചനം വായിക്കുകയാണ്. ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, അന്ന് താന് ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ കരുതലിൽ ഫിലിപ്പോസിനെ ദൈവം തന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അദ്ദേഹം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ നിന്ന് യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ ഒരു ലിഖിതം താൻ വാങ്ങുന്നു. വരുന്ന വഴിയിൽ ദൈവത്തിന്റെ വചനം താൻ വായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസിനെ ദൈവം അവിടേക്ക് അയക്കുന്നു. നോക്കുക, ദൈവത്തിന്റെ ആ വലിയ ആ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ ആ കരുതൽ ഒരു മനുഷ്യനെ രക്ഷിപ്പാനായിട്ട്, ഒരു മനുഷ്യനെ
തൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ചെയ്യുന്നതാകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കിവിടെ കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നമ്മോടുള്ളതാകുന്ന വലിയ ദയ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ എൻ്റെ ജീവിതത്തിലുള്ളതാകുന്ന കരുതലുകളെ കുറിച്ച്. ഒരു പക്ഷേ പണ്ട് തൊട്ടേ വായനയിൽ ഒരുപാട് ഇഷ്ടമായിരുന്നത് കൊണ്ട് എവിടെ കിട്ടിയാലും പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും പത്രമാസികളൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും അത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അന്ന് രക്ഷിക്കപ്പെട്ട ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് വേദപുസ്തകം, മലയാളം വേദപുസ്തകം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവന്നില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരുന്നു. ഒത്തിരി പുസ്തകങ്ങൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അന്ന് ഇതിനുള്ളിലിരിക്കുന്ന എന്നാണെന്ന് മനസ്സിലാക്കാൻ പോലും, അത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഒരു സെന്റൻസ് വായിച്ചാൽ അത് ഗ്രഹിക്കാൻ കഴിയാത്ത ആ സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ വാങ്ങുമ്പോൾ അതിന്മേൽ എൻ്റെ പേരെഴുതും, പിന്നെ അതിൻ്റെ ഡേറ്റും എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നും കൂടെ എഴുതുക പതിവുണ്ട്. ഞാൻ പലപ്പോഴും ഈ സമയത്തൊക്കെ ഞാനിതിങ്ങനെ തിരിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും, അന്ന് എവിടെ നിന്നും മേടിച്ചു, ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അറിയാനായിട്ട് കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പിക്കപ്പ് ചെയ്ത സകല പുസ്തകങ്ങളും, എത്രയോ പാഷാണ ഉപദേശങ്ങൾ ഉള്ളടക്കമുള്ള എത്രയോ പുസ്തകങ്ങളുണ്ട്, ഇതൊന്നും എടുക്കാതെ ഞാൻ പിക്കപ്പ് ചെയ്ത് A.W. ടോസറിന്റെ പുസ്തകവും ഇങ്ങനെയുള്ള അനുഗ്രഹീതരാകുന്ന ദൈവഭൃത്യന്മാരാണ്. ദൈവത്തിന്റെ ആ കരുതലാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെ കുറിച്ച് അറിയാൻ വയ്യാതിരുന്ന കാലത്ത് പോലും ദൈവം തന്റെ കരുണയിൽ ആ നല്ല മാർഗത്തിലേക്ക്, ശരിയായ ദൈവവചനത്തിന്റെ ഉപദേശത്തിലേക്ക് ദൈവവചനം പഠിക്കുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുവാൻ അന്നേ ദൈവം കരുണ ചെയ്തിട്ട്, അന്നേ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ തക്കൊണ്ട് ഇടയായിരുന്നു. നോക്കിയേ, ഈ മനുഷ്യൻ യെരൂശലേമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ദൈവവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഫിലിപ്പോസ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്ന്, ഈ കാര്യം നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിലെ 53-ാമത്തെ അധ്യായം അതിന്റെ 7 മുതലുള്ളതാകുന്ന ആ വാക്യങ്ങൾ, 7-8 വാക്യങ്ങളാണ് ഈ 32-ഉം 33-ഉം വാക്യങ്ങളിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. അതിനെ ആധാരമാക്കി ദൈവവചനത്തിലെ ആ ഭാഗത്തെ ആധാരമാക്കി അവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. ഈ മനുഷ്യൻ വെറുതെ അങ്ങ് വായിക്കുകയല്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, 34-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ? ഇതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഞാനത് ഇതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ നമുക്ക് ഈ സൗകര്യം പോലെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചുമ്മാതെ ഇങ്ങനെ വിരല് വെച്ച് എടുത്ത് വായിക്കുന്ന സമ്പ്രദായം ശരിയല്ല. ഒരു പക്ഷെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, ചിലപ്പോൾ വേദപുസ്തകം തുറന്നപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ കണ്ട് ദൈവം ചില വേദഭാഗങ്ങൾ നിശ്ചയമായിട്ടും തന്നു കാണും. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ കരുണ അത്രയും വലുതാണ്. എന്നും കണ്ട് എപ്പോഴും ഈ വേദപുസ്തകം അവിടുന്ന് ഇവിടുന്നും ഇങ്ങനെ എടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടല്ല വേദപുസ്തകം നമുക്ക് തന്നേക്കുന്നത്. വേദപുസ്തകം നമ്മൾ ക്രമമായിട്ട് വായിക്കണം, ക്രമമായിട്ട് അത് പഠിക്കണം, ക്രമമായിട്ട് അത് മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത്. അല്ലാതെ ക്രമമില്ലാതെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇനി ഈ വേദപുസ്തകം താൻ ഇങ്ങനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്നുള്ള ആ ഭാഗം ഷണ്ണൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാകുന്ന ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. അദ്ദേഹത്തിന് ഒരു ന്യായമാകുന്ന ചോദ്യം തന്നെ ഹൃദയത്തിൽ വന്നു. ഇത് പറയുന്നത് പ്രവാചകൻ തന്നെ കുറിച്ചാണോ മറ്റൊരുവനെ കുറിച്ചാണോ? ഇതാണ് ഇവന്റെ ജീവിതത്തില് വലിയ വ്യത്യാസത്തിന് കാരണമായി തീർന്നത്. വെറുതെ വേദപുസ്തകം വായിക്കുകയല്ല, വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ആരെ കുറിച്ചാ പറയുന്നത്? അല്ലെ ഇത് എന്നാ ഈ പറയുന്നേ? അല്ലെ ഈ വേദഭാഗത്തിന്റെ അർത്ഥം എന്താ? ഇത് എന്നോടുള്ള ബന്ധത്തിൽ ഇതെന്താ അർത്ഥമാക്കുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ?
നമ്മൾ ക്രമമായിട്ട് വേദപുസ്തകം വായിക്കണം. അതിനുവേണ്ടി ഒരു നല്ല സമയം വേർതിരിക്കണം. നമ്മൾ ക്ഷീണിച്ച് ഉറങ്ങാൻ നേരം ആകരുത്. കഴിയുമെങ്കിൽ രാവിലെ തന്നെ, കഴിയുമെങ്കിൽ ഏർലി മോർണിംഗ്, നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ സമയം വേർതിരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അന്നേരം തന്നെ ചെയ്യണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാത്ത സൗകര്യപ്രദമാകുന്ന ഒരു സമയം ദിവസവും ദൈവവചനം വായിപ്പാനായിട്ട് നാം വേർതിരിക്കണം. അങ്ങനെ വേർതിരിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതുപോലെ ചിന്തിക്കണം. ആ മനുഷ്യന്റെ ചിന്ത നോക്കി, അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, ഇത് ആരെ കുറിച്ചായി പറയും, എന്നായി പറയുന്നത്? ഈ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? ബൈബിള് വായിക്കുമ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ളതാകുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. അതിന് യാതൊരു സംശയമില്ല. നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാനായിട്ടുണ്ട്. അത് നമ്മൾ നിശ്ചയമായിട്ട് ഗ്രഹിക്കണം. താഴ്മയോടും വിനയത്തോടും നമ്മുടെ ഇഗ്നോറൻസ്, നമ്മുടെ അറിവില്ലായ്മ സമ്മതിച്ചുകൊണ്ട് ഈ ഒരു മനോഭാവത്തോടെ ദൈവവചനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യാമെങ്കിൽ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകട്ടെ, ഞാൻ പറഞ്ഞ വിഷയം നമുക്ക് ആ സംഭവം എല്ലാം അറിയാവുന്നത് കൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇത്രയും മാത്രമാണ് ലൂക്കോസ് അവിടെ നിന്നും നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഫിലിപ്പോസ് എന്ന മനുഷ്യനിൽ കൂടെ ദൈവം ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ, ഒന്ന്, ശമരിയയിൽ ഒത്തിരി പേര് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം തോന്നുന്നു. രണ്ട്, ആഫ്രിക്കയിൽ നിന്നുള്ളതാകുന്ന ഈ മനുഷ്യനെ കർത്താവിലേക്ക് നയിപ്പാനായിട്ട് ദൈവം ഉപയോഗിച്ചു. തൻ്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫിലിപ്പോസ് ശമരിയയിൽ വന്ന് പറയുന്നതാകുന്ന വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ശമരിയയിൽ അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, എന്നാൽ ദൈവരാജ്യത്തെയും പിന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ. അപ്പോൾ ശമരിയയിൽ വന്ന് ദൈവരാജ്യത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുമാണ് ഫിലിപ്പോസ് പ്രസംഗിച്ചത്. ഷണ്ണനോട് എന്നാണ് ഫിലിപ്പോസ് പറഞ്ഞത്? അതും ഈ വേദഭാഗത്തുണ്ട്. അതിന്റെ 35-ാമത്തെ വാക്യം, ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. നോക്കിയേ, ശമരിയയില് ആ മാസ് ഇവാഞ്ചലിസത്തിലും ഫിലിപ്പോസിന്റെ പ്രസംഗ വിഷയം യേശു കർത്താവാണ്. ഇവിടെ വ്യക്തിപരമാകുന്ന സുവിശേഷീകരണത്തിലും ഫിലിപ്പോസിന്റെ പ്രസംഗ വിഷയം എന്നുള്ളത് യേശു കർത്താവ്. യേശു കർത്താവിനെ കുറിച്ച് തന്നെ അറിയിപ്പാനായി തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 8-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവർ കേട്ടു, വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷമുണ്ടായി. ഇതിന്റെ 39-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നു, ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. നോക്കിയേ, അപ്പോ ഈ മാസ് ഇവാഞ്ചലിസത്തിൽ ഉണ്ടായ ഫലവും വ്യക്തിപരമായിട്ടുള്ളതാകുന്ന ആ സുവിശേഷ വേലയിലും ഉണ്ടായ ഫലം ഒന്ന് തന്നെയാണ്. ആദ്യത്തെ ആ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, സന്തോഷം, അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരിലെത്തി. അവിടെ നമുക്കറിയാം 23-ാമത്തെ അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ അവിടെ തന്റെ ഒരു ഭവനത്തെ കുറിച്ചും ഒക്കെ വായിക്കുന്നുണ്ട്. എനിവേ, പിന്നെ ഈ ലാസ്റ്റ് വാക്യത്തോടുള്ള ബന്ധത്തിൽ, 39-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒരുപാട് ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ട്. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങിയെന്നു, അത് എന്തോ ആകട്ടെ, അങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ. എനിവേ, നമുക്ക് ഇത്ര മാത്രം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. അതെങ്ങനെയാ കൊണ്ടുപോയെന്ന് നമുക്കറിയത്തില്ല. എന്തോ ആകട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല ഇവിടെ. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വരികയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. 9-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 31 വരെയുള്ളതാകുന്ന വേദഭാഗത്താണ് വളരെ പ്രാധാന്യമുള്ളതാകുന്ന ഒരു കൺവേർഷൻ, ഒരു മാനസാന്തരത്തെ കുറിച്ചാണ് ലൂക്കോസ് ഈ വേദഭാഗത്ത് പറയുന്നത്. ക്രിസ്തു സഭയുടെ ആ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതാകുന്ന
ഒരു മാനസാന്തരത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ഇത് വളരെ ലൂക്കോസിന്റെ വളരെ കെയർഫുള്ളായിട്ടുള്ള തന്റെ ചരിത്ര രചനയിൽ കർത്താവിന്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തുമുള്ള ജാതികൾക്കു വേണ്ടിയും ആണ് എന്നുള്ളതാകുന്ന സന്ദേശമാണ് വാസ്തവത്തിൽ ഈ വേദഭാഗത്തോട് താൻ പറഞ്ഞു വരുന്നത്. നമ്മൾ അതിന്റെ ആ പ്രോഗ്രസീവായിട്ടുള്ള ക്രമാനുഗതമായിട്ടുള്ള ആ പുരോഗതി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം യെരുശലേമില്, പിന്നെ യഹൂദയിൽ എല്ലായിടത്തും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ശമരിയിലേക്ക് വരുന്നു. പിന്നെ നമുക്ക് ആഫ്രിക്കക്കാരനാകുന്ന ഒരുവൻ മാനസാന്തരപ്പെടുന്നു. അത് കഴിഞ്ഞ് 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ജാതീയനാകുന്ന കൊറന്നല്യോസ് കർത്താവിലേക്ക് വരുന്നു. റോമ പടയാളിയാകുന്ന ഒരുവൻ കർത്താവിലേക്ക് വരുന്നു. എന്നാൽ ഇവിടെ ഈ അധ്യായത്തിൽ ജാതികളോടുള്ള ബന്ധത്തിൽ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പുതിയ നിയമം വിശേഷിപ്പിച്ചിരിക്കുന്ന പൗലോസ് തന്നെ കുറിച്ചും വിശേഷിപ്പിക്കുന്ന ശൗൽ, തർസോസുകാരനാകുന്ന ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് വളരെ പ്രാധാന്യത്തോടെ ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ച് ഇത് 3 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ശൗലിന്റെ, തർസോസുകാരനാകുന്ന ശൗലിന്റെ മാനസാന്തരത്തെ 3 പ്രാവശ്യം ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ലൂക്കോസിന്റെ തന്നെ ഒരു നരേഷൻ, ആ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ 9-ാമത്തെ അധ്യായം 1 മുതൽ 30-31 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് ലൂക്കോസിന്റെ കാഴ്ചപ്പാടിൽ ആ കാര്യം രേഖപ്പെടുത്തുന്നു. പിന്നീട് 22-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും പൗലോസിന്റെ തന്നെ വാക്കുകളിൽ തന്റെ മാനസാന്തര അനുഭവത്തെ കുറിച്ച് താൻ പറയുന്ന അനുഭവ സാക്ഷ്യം 2 പ്രാവശ്യം കൂടെ ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ഈ 3 കാര്യങ്ങളിലും സൂപ്പർഫിഷ്യലി പുറമെ ചില വേരിയേഷൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നമ്മളതൊന്ന് കമ്പയർ ചെയ്ത് മറ്റൊരു സമയത്ത് പിന്നീടുള്ള വേദഭാഗം വരുമ്പോൾ നമുക്കത് ചിന്തിച്ച് അതിന്റെ ആ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 3 പ്രാവശ്യം ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നു. ഒന്ന്, ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു തന്റെ ഇതാകുന്ന ഒബ്സർവേഷൻ. മറ്റൊന്ന്, 22-ാമത്തെ അധ്യായത്തിൽ തന്നെ കൊല്ലുവാനായിട്ട് യെരുശലേമില് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ശതാധിപൻ കടന്നു വന്ന് തന്നെ രക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ ആ പടവുകളിൽ നിന്നുകൊണ്ട്, ആ കോട്ടയുടെ പടവുകളിൽ നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുമ്പോൾ തന്റെ അനുഭവ സാക്ഷ്യം എന്താണ് ഈ സമയത്ത് സംഭവിച്ചതെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ തന്നെ വിസ്തരിക്കുമ്പോൾ തന്റെ അനുഭവ സാക്ഷ്യം വീണ്ടും 26-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ വേദഭാഗത്തേക്ക് അല്പം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നിശ്ചയമായിട്ടും ശൗലിന്റെ മാനസാന്തരം എന്നുള്ളത് തന്റെ ചില അനുഭവങ്ങൾ വളരെ യുണീക്കാണ്. വളരെ യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന് യെരുശലേമിൽ നിന്നും ദമസ്കോസിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ യാത്ര ചെയ്ത് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായിട്ട് ദമസ്കോസിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതിന്റെ ഗേറ്റിലേക്ക് വരുമ്പോൾ, ഉച്ചയോടടുക്കുന്ന സമയത്ത് വലിയൊരു പ്രകാശം, സൂര്യന്റെ ആ നട്ടുച്ച സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം തനിക്ക് ഉണ്ടാകുകയും താന് കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയും പ്രത്യേകമാകുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ അനുഭവങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അത് നിശ്ചയമായിട്ടും വളരെ യുണീക്കാണ്, നിസ്തുലമാണ്. അതൊരു പക്ഷേ ആവർത്തിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഏകദേശമൊക്കെ പ്രത്യേകമായി കർത്താവിന്റെ ദർശനം ലഭിച്ച് മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന അനവധി വിശുദ്ധന്മാരുടെ ചരിത്രം നമ്മൾ ദൈവസഭയുടെ ചരിത്രത്തിൽ കാണുന്നുമുണ്ട് താൻ. എങ്കിലും പൗലോസിന്റെ ഈ അനുഭവങ്ങളൊക്കെ നിസ്തുലമായിരിക്കുന്നു. എങ്കിലും തന്റെ മാനസാന്തര അനുഭവവും അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും എല്ലാ മാനസാന്തരത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്
എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിലപ്പോൾ പറയും എനിക്ക് ഒരു ദമാസ്കോസ് റോഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ലെന്നൊരു പക്ഷേ പറയും. അത് ശരിയാകാം. പൗലോസിന്റെ അതുപോലെയുള്ള വളരെ നാടകീയമായിട്ടുള്ള അങ്ങനെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. കാരണം ദൈവം ഇന്നും അങ്ങനെ ചെയ്യും, അത് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യന്റെ മാനസാന്തരത്തിന്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഓരോ വീണ്ടും ജനിച്ച ദൈവപൈതലിന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിലൊന്ന്, നമ്മൾ പിന്നീട് ആ കാര്യം വിശദമായിട്ട് എഴുതിക്കും. ഒന്ന്, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമാകുന്ന ഒരു എൻകൗണ്ടർ. ഇത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഏതൊരു വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെയും അടിവരയിട്ട് പറയട്ടെ, നാടകീയമാകുന്ന ഒരു കാര്യമല്ല. പക്ഷെങ്കിൽ വ്യക്തിപരമായി യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, കർത്താവുമായിട്ടുള്ളതാകുന്ന അല്ലെങ്കിൽ ഒരു അനുഭവം, അത് മാനസാന്തര ജീവിതത്തിൽ വീണ്ടും ജനിച്ച ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട്. എനിക്ക് യാതൊരു സംശയമില്ല. മറ്റു മാത്രമല്ല, ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതും ഇന്നും വീണ്ടും ജനിക്കുന്ന മാനസാന്തരപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യത്തിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഇതിന്റെ 9-ാമത്തെ അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗമൊക്കെ നമുക്ക് വളരെ പരിചിതമായതുകൊണ്ട് പരിചിതമാണെന്ന് ഞാൻ അങ്ങ് പ്രസ്യൂം ചെയ്യുക. പരിചിതമാണല്ലോ. ഓക്കെ, സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് വായിക്കാൻ നേരം എടുക്കുന്നില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അങ്ങ് കരുതുക. ഐ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആകട്ടെ, ഈ 1-ാമത്തെ വാക്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അതായത്, ശൗലെന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകണം എങ്കിൽ മറ്റൊന്നും തന്നെ അതിനെ വിശദീകരിപ്പാൻ വേറെ ഒന്നും സാധിക്കത്തില്ല. ദൈവത്തിന്റെ ആ സോവറൻ ഗ്രേസ്, ദൈവത്തിന്റെ ആ പരമാധികാരത്തിലുള്ള കൃപ എന്ന ഒറ്റ കാര്യം മാത്രമേ ഈ മനുഷ്യന്റെ മാനസാന്തരത്തെ വിശദീകരിപ്പാനായിട്ട് ഉപയോഗിപ്പാൻ പുതിയ നിയമത്തിൽ വേദോസനത്തിൽ ഒരു പദമുള്ളൂ. ദൈവത്തിന്റെ മഹാകൃപ. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്? അതിന് പ്രധാനമാകുന്ന ഒരു വിഷയം, ഇവിടെ ശൗലെന്ന് പറയുന്ന മനുഷ്യൻ താൻ കർത്താവിന് വേണ്ടി ഡിസൈഡ് ചെയ്യുകയൊന്നും അല്ലായിരുന്നു. അതായത് കർത്താവിന് വേണ്ടി താൻ ഒരു സുപ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കുക, അങ്ങനൊന്നും അല്ലായിരുന്നു. നേരെ മറിച്ച് കർത്താവ് തന്നെ ഡിസൈഡ് ചെയ്യുകയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവ് തന്നെ ഡിസൈഡ് ചെയ്യുക. God himself decides for Saul of Tarsus. തർസോസുകാരനാകുന്ന ശൗലിന് വേണ്ടി കർത്താവ് തന്നെ ഡിസൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് താൻ കർത്താവിന്റെ മകനായി ഒരു ദൈവപൈതലായി തീർന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സത്യം കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി യെസ്, പക്ഷെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ കാരണമായി തീർന്നത് ദൈവം അങ്ങനെ ഡിസൈഡ് ചെയ്തതുകൊണ്ടാണ്. ദൈവം ഡിസൈഡ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ആ വലിയ
കൃപ, കൃപ, കൃപ. കാരണം ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ മനോഭാവത്തിന്, തന്റെ മനോഭാവത്തെ പ്രകടമാക്കുന്ന ഒരുപാട് വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എടുത്ത് വായിച്ചു. 7-ാമത്തെ അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം. മറ്റൊരാള് 8-ാമത്തെ അധ്യായം 1-ാം വാക്യം, അതുപോലെ അതിന്റെ 3-ാം വാക്യം. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗലെന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. നോക്കുക, ഇവിടെയാണ് ആദ്യം ശൗലിനെ കാണുന്നത്. ആദ്യം കാണുമ്പോൾ ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു എന്നുള്ളത് അവിടെ നമ്മൾ താഴെ വായിക്കുന്നുണ്ട്. താന് സ്തെഫാനോസിനെ കൊല്ലുവാനുള്ള അപ്രൂവൽ നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. കാരണം അദ്ദേഹം യഹൂദന്മാരുടെ സുപ്രീം കൗൺസിലിലെ ഒരു മെമ്പറായിരുന്നു. ആ നിലയിൽ അവിടെയാണ് ആദ്യം ശൗലിനെ കാണുന്നത്. എന്നാൽ തുടർന്നുള്ള വേദഭാഗം ശ്രദ്ധിച്ചാൽ ഇദ്ദേഹത്തിന്റെ മനോഭാവത്തിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. 8-1 വായിച്ചേ. 8-1. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. നോക്കിയേ, ശൗലിന് സമ്മതമായിരുന്നു. ഇനി 8-3. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ പിടിച്ചു. നോക്കുക, സഭയെ മുടിച്ചുകൊണ്ട് 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ചില കാലങ്ങൾ കഴിഞ്ഞിട്ടും ശൗലിന്റെ ഈ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇങ്ങനെയുള്ളതാകുന്ന ഒരു മനുഷ്യൻ ഈ മനോഭാവത്തിൽ ദൈവസഭയെ മുടിച്ചവനാകുന്ന, ദൈവമക്കളെ കൊന്നൊടുക്കുവാൻ താല്പര്യപ്പെട്ടവനാകുന്ന ഒരു മനുഷ്യൻ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സോവറിൻ ഗ്രേസ്, ദൈവത്തിന്റെ അഗാധമാകുന്ന അല്ലെങ്കിൽ ഏറ്റവും പരമാധികാരമാകുന്ന ദൈവത്തിന്റെ കൃപ, അത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. തന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്റെ ജീവിതത്തിൽ ഇന്റർവ്യൂ ചെയ്തതാണ് താൻ മാനസാന്തരപ്പെടാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലിനും ഈ സാക്ഷ്യം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയും. എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. എന്റെ തലമുറകളായിട്ട് എന്റെ വല്യപ്പച്ചൻ മുതൽ അവർ കർത്താവിനെ സ്നേഹിച്ചവരും സുവിശേഷത്തിന് വേണ്ടി നിന്നവരുമാണ്. ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ വീണ്ടും ജനിച്ച ആളല്ലായിരുന്നു. ദൈവത്തിന്റെ ആ സോവറിൻ ഗ്രേസിൽ, ദൈവത്തിന്റെ മഹാകരുണയിൽ, ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന് ദൈവം മനസ്സലിഞ്ഞ്, ദൈവം കരുണ ചെയ്ത്, ദൈവം കൃപ തോന്നി, അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. ദൈവത്തിന്റെ കരുണയാണ്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമേലും പറയാൻ കഴിയും അല്ലേ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആ ഇന്റർവെൻഷൻ. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. പൗലോസിനും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇവിടെ താൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ദൈവവചന പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അല്ലെങ്കിൽ പിന്നീട് ലൂക്കോസ് രേഖപ്പെടുത്തുന്നതും പൗലോസ് പിന്നീട് പറയുന്നതുമാകുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അനന്യാസ് വന്ന് ശൗലിനോട് പറയുന്ന കാര്യം, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു, കർത്താവിന്റെ പ്രത്യക്ഷത എനിക്കുണ്ടായി. അത് 22-ാമത്തെ അധ്യായത്തിൽ 14 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിലും 26-ാം അധ്യായം അതിന് 16-ാം വാക്യത്തിലും, അതുപോലെ 1 കൊരിന്ത്യർ, ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ് ആ വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 9-1,
15:8. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. തന്റെ അപ്പോസ്തോലികത്വത്തെ കുറിച്ചുള്ളതാകുന്ന ക്രെഡൻഷ്യൽസ് താൻ പറയുമ്പോൾ ഒന്ന് താൻ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് താൻ അവകാശപ്പെടുകയാണ്. 15:8 എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. നോക്കുക, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ ഉള്ളതാകുന്ന അപ്പോസ്തലന്മാർ എങ്ങനെ ക്വാളിഫൈഡ് ആയിരിക്കുന്നുവോ അതുപോലെ ദൈവം എനിക്കും പ്രത്യക്ഷനായെന്ന് താൻ അവകാശപ്പെടുകയാണ്. കർത്താവ് എനിക്കും പ്രത്യക്ഷനായി. പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ് ഓഫ് ദ ലോർഡ്, അത് പൗലോസ് അവകാശപ്പെടുന്നുണ്ട്. ഇനി തന്റെ മാനസാന്തരത്തെ താൻ വിശേഷിപ്പിക്കുന്നത് പിന്നീട് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ നമുക്ക് ചിന്തനീയമാകുന്ന വിശേഷണങ്ങൾ താൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. നോക്കുക, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ഇത് നമ്മൾ പലപ്പോഴും ഇതിനെ കുറിച്ച് സന്തോഷിക്കണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും സാക്ഷി ഇതൊക്കെ തന്നെയാ. നമ്മുടെ ജനനം മുതൽ നമ്മെ വേർതിരിച്ച് തന്റെ കൃപയാൽ, തന്റെ കൃപയാൽ എന്നെ വിളിച്ചിരിക്കുന്ന. ഇനിയും ഫിലിപ്പി ലേഖനത്തില് തന്നെ അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഞാൻ യേശു കർത്താവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അതിന്റെ 3-ാം അധ്യായം ഫിലിപ്പിയർ 3:12. ഫിലിപ്പിയർ 3:12. അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. തന്റെ മാനസാന്തര അനുഭവത്തെ കുറിച്ച് ഞാൻ വിശേഷിപ്പിക്കുന്ന അങ്ങനെ, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തില് താന് ദൈവത്തിന്റെ ഒരു സൃഷ്ടി പ്രവർത്തനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം പൗലോസ് അവിടെ പറയുക. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പൗലോസ് തന്റെ വീണ്ടും ജനനോടുള്ള അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഇത് തന്നെയാ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന്. നോക്കുക, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് പൗലോസ് വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിന് 13-14 കൂടെ ഒന്ന് വായിച്ചേ. ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. മുൻപേ ഞാൻ ദൂഷകനും ഉപദ്രവിയും. നോക്കുക, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതായതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത്യന്തം കർത്താവിന്റെ കൃപ, കരുണ. മുമ്പേ ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം എനിക്ക് എന്നോട് കരുണ തോന്നി. എന്നോട് കൃപ തോന്നി. എന്നോട് ദൈവം അങ്ങ് ദയ തോന്നി. എന്നെ ദൈവം രക്ഷിച്ചു. എനിക്ക് പ്രിയരെ, ഈ ഒരു ഉറച്ച ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ബോധ്യം, നന്ദി നിറഞ്ഞതാകുന്ന ഒരു ദൈവത്തോടുള്ളതാകുന്ന താഴ്മയോടുള്ള മനോഭാവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ഇതൊന്നും ഓർക്കണം. കർത്താവ് നമ്മളോട് കരുണ ചെയ്തത്, കൃപ തോന്നിയത്, നമ്മോട് ദയ. പൗലോസ് ഒരിക്കലും അത് മറന്നുപോയില്ല. ഒരിക്കൽ പോലും ഞാൻ അത് മറന്നുപോയില്ല. ഞാൻ പറയുന്നത് it is only because of the gracious intervention of God. ദൈവം കരുണ തോന്നിയിട്ട് ഇന്റർവീൻ ചെയ്തു എന്റെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ദൈവം കരുണ തോന്നി
ഏതോ ഒരു സന്ദർഭത്തിൽ ദൈവം ഇടയ്ക്ക് വന്ന് വീണില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ആയിരുന്നേനെ ഇന്ന്, അല്ലേ? ദൈവം കരുണ തോന്നി, ദൈവം കൃപ തോന്നി, ദൈവത്തിന്റെ ആ ഇന്റർവെൻഷൻ. ഇത് ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. ഇതാണ് പൗലോസ് ഇവിടെ പൗലോസിന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തില് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ഈ വേദഭാഗം നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ ഈ തന്റെ ജീവിതാനുഭവത്തിൽ കർത്താവുമായിട്ടുള്ള തന്റെ എൻകൗണ്ടറിനോടുള്ള ബന്ധത്തിൽ ഉടനെ തന്നെ തന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമാകുന്ന തന്റെ മനോഭാവത്തിലും തന്റെ ജീവിതത്തിലും പ്രത്യക്ഷമാകുന്ന പ്രകടമാകുന്ന ചില വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് കാണും. ഇത് എല്ലായിടത്തും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. മറ്റേ കാര്യങ്ങൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ലായിരിക്കും. എന്ത് സൂര്യന്റെ പ്രകാശം പോലെ കാണുന്നതും ശബ്ദം കേൾക്കുന്നതും അതൊക്കെ ഒരു പക്ഷേ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഈ മനുഷ്യന്റെ മാനസാന്തരത്തിന്റെ ഫലമായി തന്റെ ജീവിതത്തില് തന്റെ മനോഭാവത്തില് വളരെ പ്രകടമാകുന്ന വ്യത്യാസങ്ങൾ. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവം, തന്റെ ജീവിതം മാറും. രണ്ട്, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവം മാറും. മൂന്ന്, ലോകത്തോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവം മാറും. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവജനത്തോടുള്ള ബന്ധത്തിലും ലോകത്തോടുള്ള ബന്ധത്തിലും മനോഭാവത്തിനും സ്വഭാവത്തിനും സമ്പൂർണമാകുന്ന വ്യത്യാസം ആ സമയം തൊട്ട് കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണേ? ആദ്യം ഉണ്ടായിരുന്നത് കുറച്ച് 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 കൊണ്ടുവന്ന് പിന്നെ ഇല്ലാതാകുന്ന പരിപാടിയൊന്നുമില്ല. ഇത് വളരെ പ്രകടമാകുന്ന റാഡിക്കലായിട്ടുള്ള ഒരു ചേഞ്ച്. ഇതാ മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ ആ യൂട്ടേൺ ആണ്. വന്നുകൊണ്ടിരുന്ന യാത്ര അപകടമാണെന്ന് മനസ്സിലാക്കി സ്റ്റോപ്പ് ചെയ്ത് നേരെ തിരിച്ചു പോകുന്നതാണ് മാനസാന്തരം. വേദപുസ്തകം നമ്മൾ വായിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ശൗലിന്റെ ജീവിതത്തില് നമ്മളിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ഒന്ന്, നമ്മൾ ആ വേദഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല്, നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാല്, അനന്യാസിനോട് കർത്താവ് പറയുമ്പോൾ, അനന്യാസിനോട് കർത്താവ് പറയുക, നീ ചെന്ന് ദമസ്കോസിൽ നേർവീഥി എന്ന തെരുവിൽ ചെല്ലുക. അതിന്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ഥലമൊക്കെ ഇപ്പോഴും ദമാസ്കസിലുണ്ട് കിട്ടും. നേർവീഥി എന്ന് പറയുന്ന the street called straight ഇപ്പോഴും ഉണ്ട്, ഈവൻ ടുഡേ. ഇപ്പൊ പിന്നെ ആഭ്യന്തര കലഹം ഉണ്ടായപ്പോ അത് ബോംബിങ് വല്ലതും തകർന്നോന്ന് അറിയത്തില്ല. പക്ഷെ അടുത്ത സമയം വരെ അത് ഇപ്പോഴുമുള്ള കാര്യങ്ങളാണ്. ആകട്ടെ, അവിടെ കർത്താവ് അവനോട് പറയുന്നതാകുന്ന ഒരു കാര്യം, അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യനോട് പറയുമ്പോൾ, നീ എന്ന് അവന്റെ മേൽ കൈവെക്ക്, അവൻ കാഴ്ച പ്രാപിക്കേണ്ടതിന്. എന്നിട്ട് അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം, അവന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതിന്റെ 11-ാമത്തെ വാക്യം, അതിന്റെ അവസാനത്തെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും അതൊരു മാറ്റർ ഓഫ് ഫാക്ട് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടെ, ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തുന്ന ഒരു വിഷയമാണെങ്കിൽ കൂടെ, അതിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവവുമായിട്ടുള്ള തന്റെ ബന്ധത്തിൽ വളരെ പ്രകടമാകുന്ന ഒരു വ്യത്യാസം ഇവിടെ കാണുക. ശൗലെന്ന് പറയുന്ന മനുഷ്യൻ, പരീശനാകുന്ന ഈ മനുഷ്യൻ, തനിക്ക് പ്രാർത്ഥനയും ഉപവാസവും ഒന്നും തനിക്ക് പുതിയ കാര്യമൊന്നുമല്ല. നിശ്ചയമായിട്ടും ന്യായപ്രമാണത്തിന്റെ ക്രമം അനുസരിച്ച് താൻ ചെയ്യുന്നത്, അതിന് പ്രത്യേക സമയങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമാകുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ ഒന്ന് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്യത്തക്ക നിലയിൽ ദൈവവുമായിട്ടുള്ള തന്റെ വ്യക്തി
വ്യക്തിപരമാകുന്ന ബന്ധത്തിന് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരനുഭവത്തിലേക്ക് താൻ വന്നു എന്ന് ന്യായമായി ചിന്തിക്കാൻ നമുക്ക് കഴിയും. കാരണം പിന്നീട് പൗലോസ് തന്നെ തന്റെ ലേഖനങ്ങളിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ചില വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, 15-16 ആ രണ്ട് വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു മുൻപോട്ട് പോകും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നു, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ വീണ്ടും ജനന അനുഭവത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ വ്യത്യസ്തമാകുക. അതുവരെ ഉണ്ടായിരുന്ന ബന്ധമല്ല. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആ പദവിയിലേക്ക് വരികയാണ്. പുത്രത്വത്തിന്റെ പദവിയിലേക്ക് മാത്രമല്ല, ഇത് മുതൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ദൈവത്തെ എങ്ങനെ കൂടുതൽ ആഴമായിട്ട് അറിയാം, ഇതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത്. മനസ്സിലാക്കണേ. ദൈവത്തെ ആഴമായി അറിയുവാനും ദൈവത്തെ എങ്ങനെ എനിക്ക് പ്രസാദിപ്പിക്കാം എന്നുള്ളതാകുന്ന ചിന്തയിലേക്ക് ആ വ്യക്തി വരികയാണ്. ഇങ്ങനെ ഉണ്ടാകാത്ത മാനസാന്തരങ്ങൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പൗലോസ് പിന്നീട് അതിനെക്കുറിച്ച് ഫിലിപ്പിലെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലവും ചവറ് എന്ന് ഞാൻ എണ്ണുന്നു. പിന്നെ തന്റെ താല്പര്യം 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നതാകുന്ന ഒരു കാര്യം ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടില്ല. തന്റെ സാക്ഷ്യത്തിൽ താൻ പറയുന്ന ഒരു കാര്യം, കർത്താവെ ഞാൻ എന്ത് ചെയ്യേണ്ടു? തന്റെ ചോദ്യം അതാണ്. ആ പ്രത്യക്ഷത തനിക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നീ ആരാകുന്നു കർത്താവെ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ 22-ാം അധ്യായത്തിലേക്ക് താൻ തന്നെ സാക്ഷ്യം പറയുമ്പോൾ താൻ പറയുന്നത് എങ്ങനെയാ? കർത്താവെ ഞാൻ എന്ത് ചെയ്യേണ്ടു? What shall I do? What shall I do? പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് തികച്ചും വിരുദ്ധമായിട്ട് വേറൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് അതിനവരെ കുറ്റം പറയാൻ പറ്റുകയില്ല, എങ്കിലും ഇത് തമ്മിലുള്ള ഒരു പ്രകടമാകുന്ന വ്യത്യാസം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുക. ഒരിക്കല് കർത്താവ് ശിഷ്യന്മാരും കൂടി ഇങ്ങനെ പോകുക. അപ്പോഴാണ് ഒരു പണക്കാരൻ ഇങ്ങോട്ട് വരിക. പണക്കാരൻ ഓടി അടിച്ചു വിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ടപ്പോഴേ പത്രോസും ഒക്കെ വിചാരിച്ചു, നമ്മൾ കോളടിച്ചു, നമ്മുടെ സഭയില് ഒരു കാശുകാരൻ വരാൻ പോകുക. അന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? കർത്താവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇവനെ ദുഃഖിച്ച് മടങ്ങിപ്പോയെന്നാ. ഞാൻ എടുത്ത് വായിക്കുന്നില്ല, നമുക്ക് അറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് എടുത്ത് വായിക്കാതെ. ദുഃഖിച്ച് മടങ്ങിപ്പോയത് കണ്ടപ്പോഴാണ് പത്രോസ് ഒരു കാര്യം ചോദിക്കുന്നത്. എന്താണെന്നറിയോ? കർത്താവ്, ഞങ്ങള് ഒത്തിരി കാര്യങ്ങളൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്നോ കിട്ടും. കർത്താവ് ആ സന്ദർഭത്തിൽ പത്രോസിനെ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല. എങ്കിലും കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഈ ലോകത്തിൽ എന്നോ കിട്ടുമെന്നു, വരാനുള്ള ലോകത്തിൽ എന്തോ കിട്ടുമെന്നു, ഈ ലോകത്തിൽ കിട്ടുമ്പോ എന്തൊക്കെ അതിന്റെ കൂടെ കിട്ടുമെന്നും മാത്രല്ല, ഈ ലോകത്തിൽ കിട്ടുന്നവൻ ആദ്യം എന്തോ വിട്ടുകളയണമെന്നും പറയുന്നുണ്ട്.
ഇതാരും പറയത്തില്ല, ഈ വാക്യം ആരും പ്രസംഗിക്കില്ല. എന്താ? എന്റെ നിമിത്തം ഇന്നതൊക്കെ വിട്ടാൽ ഇന്നതൊക്കെ ഈ ലോകത്തിൽ കിട്ടും. കിട്ടുകയെന്നൊന്നും പറയുന്നില്ല, കിട്ടും. പക്ഷെ അതിന്റെ കൂടെ ചിലതും കിട്ടും. പിന്നെ വരാനുള്ള ലോകത്തിൽ എന്തോ കൂടെ കിട്ടും, നിത്യജീവനും കിട്ടും. നോക്കാം, അവിടെ പത്രോസ് പറയുന്നത് ഞങ്ങൾക്ക് എന്നോ കിട്ടും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിൽ ആ ഭൂമിയിൽ എന്നേക്ക് ഇറങ്ങി വന്നതിന്റെ ശേഷം ഉണ്ടായ ഈ മാനസാന്തരത്തിൽ നമ്മൾ കാണുന്നത് എന്നോ കിട്ടുമെന്നല്ല, ഞാൻ എന്നോ ചെയ്യണം കർത്താവേ. ഇങ്ങനാണോ നമ്മുടെ മാനസാന്തരം? അതോ എന്നോ കിട്ടുമെന്നാണോ ഇന്നും ചിന്ത? മനസ്സിലാക്കണേ, ഞാൻ എന്നാ ചെയ്യേണ്ടത്? What shall I do? How can I please you? How can I know you more? ഇതാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, തന്റെ മാനസാന്തരത്തിൽ. ഇത് ഇന്നത്തെ മാനസാന്തരത്തിൽ ഉണ്ടാകണം. ആ അനുഭവത്തിലേക്ക് ദൈവജനം വരണം. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ഈ കാര്യം ദൈവസഭയ്ക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ താഴോട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാല് ദൈവ സഭയോടുള്ള ബന്ധത്തില് നമ്മള് പൗലോസിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ശൗലിന്റെ ജീവിതത്തില് സംഭവിക്കുന്നതാകുന്ന കാര്യങ്ങള് നമ്മൾ തുടർന്ന് വായിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. അപ്പോൾ ദൈവസഭയോടുള്ളതാകുന്ന ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് തന്നെ വന്നു. പ്രിയരെ, മാനസാന്തരം, ശരിയായ മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂട്ടായ്മ ബന്ധമാണ്. അതുവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ തന്റെ സഹോദരങ്ങളായി കാണാനും അവരെ ആ നിലയിൽ ട്രീറ്റ് ചെയ്യാനുമുള്ള മനോഭാവം. പ്രിയരെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഭയങ്കര ദുഃഖം തോന്നാറുണ്ട്. ഈ ചില ക്ലാസ്സുകളുണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ, ക്ലാസ്സുകൾ. ആ ക്ലാസ്സിനനുസരിച്ചോടെ അവരോട് ഇടപെടത്തുള്ളൂ, അവരോട് സംസാരിക്കത്തുള്ളൂ. അങ്ങനല്ല പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, അങ്ങനല്ല പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇവർക്ക് വേണ്ടി ഒരു പക്ഷേ ദൈവം വേറൊരു സ്വർഗം ഉണ്ടാകുന്നുണ്ടാകുമായിരിക്കും. കാരണം ഇവിടെ കൂട്ടായ്മ ബന്ധമില്ലല്ലോ. പിന്നെ അവിടെ എങ്ങനെ നിത്യമാകുന്ന കൂട്ടായ്മ ബന്ധത്തിൽ തുടരാൻ കഴിയുന്നത്? ഇവിടെ ഇല്ലാത്തത് എങ്ങനെ അവിടെ കിട്ടാൻ പോകുന്നു? നോ. രണ്ടാമത്തെ കാര്യം, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് ആ സഹോദര സംഘത്തോട് താൻ ചേരുകയാണ്, അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിന് എനിക്കൊരു മടിയുമില്ല. തൻ്റെ പാരമ്പര്യമോ തൻ്റെ അല്ലെങ്കിൽ പശ്ചാത്തലമോ ഇതൊന്നും തനിക്ക് തടസ്സമാകുന്നില്ല. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനനിയാസ് എന്ന മനുഷ്യനെ കുറിച്ച് നമ്മളോട് വായിക്കുന്നുണ്ട്. അനനിയാസ് എന്ന മനുഷ്യനെ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. അനനിയാസ് എന്ന ആ മനുഷ്യൻ വന്ന് പറയുന്നത്, ഉപയോഗിക്കുന്ന വാക്കുകൾ ശൗലേ, സഹോദര, സഹോദര എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദൈവസഭയില് ഇതാണ് ബന്ധം കേട്ടോ. നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടാകും, അതെന്റെ ശുശ്രൂഷ മാത്ര. ഞാൻ നിങ്ങളുടെ സഹോദരനാ. മനസ്സിലാകുന്നുണ്ടോ? സെന്റർ പാസ്റ്ററും റെവറൻഡ് ഡോക്ടറും അല്ല ദൈവസഭയിൽ, സഹോദര സംഘമാണ് ദൈവസഭയിലുള്ളത്. ദൈവസഭയിൽ അതാ ഉള്ളത്. നിങ്ങൾ ബഹുമാനിച്ചെന്നെ. I'm not offended if somebody calls me brother. I'm not a 1% I am offended. I'm not offended. നിങ്ങൾ എന്നെ വിളിച്ച് ഒരു പ്രശ്നമില്ല കേട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബ്രദർ എന്ന്, സഹോദരൻ തന്നെ അഭിസംബോധന ചെയ്താൽ ഐ എം നോട്ട് അറ്റ് ഓൾ വറീഡ്. കാരണം ഈ വലിയ അപ്പോസ്തലൻ പിന്നീട് ലേഖനം എഴുതുമ്പോൾ അങ്ങനെയൊക്കെയാണ് തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഇവർ തമ്മിൽ അഡ്രസ് ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെയാണ്. സഹോദര, അപ്പോസ്തലനാകുന്ന പൗലോസ് എന്നൊന്നുമല്ല. ഓഫ് കോഴ്സ്
തന്റെ അപ്പോസ്തോലിക ശുശ്രൂഷ, അത് വേറൊരു കാര്യം. ഓൾ ടുഗദർ ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആരെയും ബഹുമാനിക്കരുതെന്നോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവസഭയിൽ ഈ ഹൈരാർക്കി ഒന്നുമില്ല. ദൈവസഭയിൽ ഏകോദര സഹോദര ബന്ധമാണുള്ളത്, കൂട്ടായ്മ ബന്ധമാണുള്ളത്. വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഈ മനോഭാവത്തിനൊക്കെ വലിയ വ്യത്യാസം വരികയാണ്. അതുവരെ സഹകരിപ്പാനൊന്നും കഴിയാതിരുന്നവരോട് സഹകരിപ്പാനായി തനിക്ക് കഴിയുക. അതുകൊണ്ടാ കുറേനക്കാരനാകുന്ന ഒരു മനുഷ്യനെ കുറേനക്കാരനാകുന്ന ശീമോനെ കുറിച്ച്, അവന്റെ മകനാകുന്ന രൂഫസിനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, എന്റെയും അമ്മയാകുന്ന അവന്റെ അമ്മ. വയ്ക്കണം. ഫ്രം ദ സ്റ്റോക്ക് ഓഫ് ബെന്യാമിന്റെ സ്റ്റോക്കിൽ നിന്ന് വന്ന ഭയങ്കര പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു മനുഷ്യൻ പറയുക, ആഫ്രിക്കക്കാരനാകുന്ന ഒരു കറുത്ത മനുഷ്യന്റെ ഒരു അമ്മയെ കണ്ടേച്ച് പറയുക, അവന്റെ അമ്മ എന്റെ അമ്മ. ദൈവസഭയിലേക്ക് തന്റെ മനോഭാവത്തിന് വ്യത്യാസം വരികയാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ തന്റെ മനോഭാവത്തിൽ ഉണ്ടാകുന്നതാകുന്ന വ്യത്യാസം നമ്മളവിടെ കാണുന്നു. മാത്രമല്ല 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവപുത്രൻ എന്ന്, യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. താഴോട്ട് നമ്മൾ വായിക്കുന്ന വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ, കുറെ നാൾ അവൻ ശിഷ്യന്മാരോടുകൂടെ പാർത്തു. പിന്നെ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴും കുറെ നാൾ അവൻ ശിഷ്യന്മാരോടുകൂടെ പാർത്തു എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ കുറെ നാൾ എന്നുള്ളത് എത്ര നാളാണെന്നുള്ളത് മറ്റു ചില വേദഭാഗങ്ങൾ നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ആ വേദഭാഗം പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഗലാത്യർ 1:17-18 വാക്യങ്ങളിൽ ഈ സമയം, ഈ കാലം എത്രയുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് ഈ വേദഭാഗമായിട്ട് അത് ചേരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ചേർക്കേണ്ട വേദഭാഗമാണ്. ഒന്നെടുത്ത് വായിച്ചു. ഗലാത്യർ 1:17-18. ഞാൻ മാംസരക്തങ്ങളോടും ആലോചിക്കുകയോ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്തില്ല. പിന്നെ ചെയ്യാതെ ഞാൻ നേരെ അറേബ്യയിലേക്ക് പോകുകയും. നോക്കുക, ഇവിടെ പാർത്തുകൊണ്ട് തന്നെ താന് ഏകദേശം, കാരണം നിങ്ങൾ ആ 19-ാം വാക്യവും 23-ാം വാക്യവും ചേർത്ത് വായിക്കാം. അപ്പോഴാണ് മനസ്സിലായത് ഈ ദമസ്കോസിൽ താൻ ആയിരുന്ന സന്ദർഭത്തിൽ ഏകദേശം 3 വർഷങ്ങൾ വെളുക്കൂട്ടായ്മയിൽ ഓൺ ആൻഡ് ഓഫ് താൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ 3 വർഷങ്ങൾ താൻ അറേബ്യയിൽ, അത് സൗദി അറേബ്യ ഒന്നുമല്ല, ആ ദമസ്കോസിന്റെ സിറിയയുടെ ആ വിൽഡർനെസ്സിൽ തന്നെ താനായിരുന്നു. നിശ്ചയമായിട്ടും കർത്താവുമായിട്ടുള്ളതാകുന്ന വ്യക്തിപരമാകുന്ന ബന്ധത്തിലും ഒരുപക്ഷെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് താൻ സമയം ചിലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല വേദ പഠിതാക്കളും പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ലഭിച്ചതാകുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് എന്ന് പറയുന്നത് 3.5 വർഷത്തോളം കർത്താവിന്റെ ഒപ്പം സഞ്ചരിപ്പാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പല വേദ പഠിതാക്കളും, മെനി സ്റ്റുഡൻസ് ഓഫ് ദ ബൈബിൾ, അവര് മനസ്സിലാക്കുന്നത് ആ ഒരു കുറവ് പൗലോസിന്റെ ഈ 3 വർഷത്തെ അരാബയിലുള്ളതാകുന്ന താമസത്തിൽ കർത്താവ് പരിഹരിച്ചു എന്ന് പല വേദ പഠിതാക്കളും അവകാശപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞാൻ പറയാം, പൗലോസിന്റെ പിന്നീടുള്ള തന്റെ എഴുത്തുകളിൽ ഇത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനം 3:3 ആ വേദഭാഗങ്ങളൊന്ന് വായിച്ച് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. 3:3 എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം, ജാതികളെ കുറിച്ചുള്ളതാകുന്ന, ജാതികൾ ദൈവത്തിന്റെ ജനമായി തീരേണ്ടവരാണ് എന്ന് ശക്തിയോടെ പറയാനായി ദൈവം പ്രത്യേകമാകുന്ന വെളിപ്പാട് പൗലോസിന് ഒരുപക്ഷെ ഈ 3 വർഷത്തെ ഇടവേളയിലാകാം നൽകിയത് എന്ന് ന്യായമായി ചിന്തിക്കുന്നതിൽ തെറ്റില്ല. റോമാലേഖനം 16:25, റോമൻസ് 16:25.
വായിച്ചു പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമുക്ക്. അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവം. അവിടെ ആ വേദഭാഗത്തിലും തനിക്കുണ്ടായതാകുന്ന പ്രത്യേക വെളിപ്പാടിനെ കുറിച്ച് പൗലോസ് പരാമർശിക്കുന്നുണ്ട്. ഗലാത്യർ 1:11-12. ഗലാത്യർ 1:11-12. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യനോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. നോക്കുക, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ഈ 3 വർഷത്തെ തന്റെ അരാബയിൽ, വിശേഷിച്ച് ദമാസ്കോസിൽ താൻ പാർക്കുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന വെളിപ്പാട് തനിക്കുണ്ടായത്. അതിന്റെ ശേഷമാണ് താൻ യെരുശലേമിലേക്ക് പോകുന്നത്. താൻ യെരുശലേമിലേക്ക് പോകാനുള്ളതാകുന്ന കാരണം എന്തെന്ന് നമ്മൾ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 9:23 കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു, അവനെ കൊല്ലുവാൻ അവർ രാവും പകലും കാവൽ ചെയ്തു. വായിച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴി. ഇത് പൗലോസ് പിന്നീട് കൊരിന്ത്യരുടെ 2-ാം ലേഖനത്തിലും താന് പറയുന്നുണ്ട്. അങ്ങനെ താന് യെരുശലേമിലേക്ക് പോകുന്ന ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് പിന്നീട് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കടന്നു ചെല്ലുമ്പോഴും അവിടെയുള്ള ശിഷ്യന്മാരോട് ചേരുവാൻ താൻ ശ്രമിച്ചെങ്കിലും അവര് തന്നെ സ്വീകരിക്കാതിരിക്കുന്നതും ബർന്നബാസ് തന്നെ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ ആ സന്ദർഭത്തിലാണ് 3 ആണ്ട് കഴിഞ്ഞ ശേഷം ഞാൻ യെരുശലേമിലേക്ക് പോയി എന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നത്. അവിടെ 15 ദിവസം പത്രോസിന്റെ ഒപ്പം പാർത്തതിനെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ആകട്ടെ, ഈ വിഷയങ്ങള് ഞാൻ മറ്റു ചില കാര്യങ്ങളൂടെ പറയുവാനായിട്ട് താല്പര്യപ്പെട്ടെങ്കിലും നമുക്ക് ഇന്ന് സമയമില്ല. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ വളരെ കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മറ്റു ചില കാര്യങ്ങളൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പൗലോസിന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടെ ഈ പ്രത്യേക സമയത്ത് തന്നെ തൻ്റെ ആ ജീവിതത്തില് തൻ്റെ ആ സാക്ഷ്യം, തന്നെ ആ 20-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, 20-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും ശ്രദ്ധിച്ചാൽ, ലോകത്തോടുള്ള ബന്ധത്തില് തൻ്റെ സാക്ഷ്യം താൻ നൽകുമ്പോൾ അതിൻ്റെ ആ സെന്റർ പീസ് എന്ന് പറയുന്നത് യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. തന്റെ സാക്ഷ്യം താൻ ലോകത്തോട് പറയുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യത്തിലും യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. തന്റെ അനുഭവ സാക്ഷ്യം കുറിച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ, അല്ലെങ്കിൽ തന്റെ സാക്ഷ്യം താൻ നൽകുമ്പോൾ അതൊരു ക്രൈസ്റ്റ് സെന്റേർഡ് ഔട്ട്ലുക്ക് ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. തന്റെ ബയോഗ്രഫി പറയുന്നതിനേക്കാളും താൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കർത്താവ് ആരാകുന്നു എന്നുള്ളത്. നിശ്ചയമായിട്ടും നമ്മുടെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലും ഇത് തന്നെ ഒരു അനുകരണീയമാകുന്ന മാതൃകയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്യാം. ഇലസ്ട്രേഷൻ മാത്രമേ പാടുള്ളൂ. പക്ഷെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഉയർത്തേണ്ടത് കർത്താവിനെയാകട്ടോ. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഒരു സാഹചര്യം ഞാൻ അടുത്ത കാലത്ത് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കി. ഒരു സമയത്ത് നമ്മുടെയൊക്കെ നാട്ടില് ഈ സുവിശേഷ യോഗങ്ങളോടുള്ള ബന്ധത്തിൽ സാക്ഷ്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആദ്യം അനുഭവ സാക്ഷ്യം, അത് നല്ലത് തന്നെയാണ്. എന്നാല് ഒരു പ്രിയപ്പെട്ടവനെ കുറിച്ച് ഞാൻ കേട്ടതാകുന്ന കാര്യം, ആദ്യം അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹം സാക്ഷിയൊക്കെ പറയുമ്പോൾ വളരെ കണ്ണുനീരോടെ ദൈവം തന്നെ ഒരു തടവുപുള്ളിയായി തീർന്ന ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയത് കൊണ്ട്. അപ്പോഴ് ആദ്യമൊക്കെ താൻ പറയുമ്പോൾ വളരെ കണ്ണുനീരോടുകൂടി, അയ്യോ ദൈവം എന്നോട് ക്ഷമിച്ചല്ലോ, ദൈവം എന്നോട് കരുണ ചെയ്തല്ലോ
അവനെ ഞാൻ കൊലപ്പെടുത്തി, ഈ കാര്യമൊക്കെ താൻ പറയാം. കുറച്ച് കഴിഞ്ഞപ്പോഴ് ഈ പുതു ശിഷ്യൻ അങ്ങ് വേണ്ടതിലധികം, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, വേണ്ടതിലധികം ഇമ്പോർട്ടൻസ് അങ്ങ് കിട്ടിയപ്പോഴത്തേക്കിന് ഇദ്ദേഹം പിന്നെ പറയുന്ന കാര്യമൊക്കെ, ഞാൻ കള്ളു പിടിച്ച് അങ്ങോട്ട് ചെന്നപ്പോ അവൻ എന്റെ നേരെ വരിക, ഞാൻ കത്തിയെടുത്ത് ഒറ്റ കുത്തു കൊടുത്തു. എന്നാ ഇവൻ പറയുന്നതൊന്നു പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ അനുഭവങ്ങളും ഒന്നും പൊക്കി ഉയർത്തി നമ്മൾ വലിയ ആളാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് അത്യാവശ്യമെങ്കിൽ നമ്മുടെ അനുഭവം പറഞ്ഞു, അത്യാവശ്യമെങ്കിൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശൗലിന്റെ മാനസാന്തരത്തിൽ നമ്മൾ കാണുന്നതെന്ന് അറിയാം, യേശു തന്നെ ക്രിസ്തു എന്ന് താൻ പ്രസംഗിച്ചെന്നാണ്. ഞാനതാ മുമ്പേ പറഞ്ഞത്, ലോകത്തോടുള്ള ബന്ധത്തിൽ തന്റെ സാക്ഷ്യത്തിൽ കർത്താവിനെ ഉയർത്തുവാനുള്ള മനോഭാവം വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാ ശരിയായ മാനസാന്തരം. അല്ലാത്ത അനുഭവത്തിലാണെങ്കിൽ ഈ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഇതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാം, ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.